വെൽക്കം ടു ഫ്രെയിംസ് ഓഫ് ഐഡബൻ. ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കമ്പനി കോൺഫിഗർ ചെയ്യുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്തതിന് മെയിലോ വാട്സപ്പിൽ മെസ്സേജോ വന്നതിന് ശേഷം യൂസർ ഐ ഡിയും പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഇത് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ്, കമ്പനി കോൺഫിഗറേഷൻ്റെ പേജാണിത്. ഈ കോൺഫിഗർ ചെയ്യാതെ നിങ്ങൾക്ക് വേറൊരു പേജോ വേറൊരു മൊഡ്യൂളോ ആക്സസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഫസ്റ്റ് എന്തായാലും കമ്പനി കോൺഫിഗർ ചെയ്യണം, അല്ലാതെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് മാൻഡേറ്ററി ആണ്. ആൻഡ് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതുണ്ടെങ്കിൽ അവിടെ യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ട് വീഡിയോസ് കാണാം. ഓക്കെ, ആദ്യം നിങ്ങൾ കമ്പനി നെയിം, കമ്പനിയുടെ ഫുൾ നെയിം എന്താണ് ഉള്ളത് അത് ഫുള്ളായിട്ട് കൊടുക്കണം. ഇതിൽ ഓരോ ഫീൽഡും എന്താണെന്നുള്ളത് ഒരു ഇമേജ് വെച്ച് കാണിച്ചു തരാം. ഇത് എവിടേക്കാണ് അങ്ങനെയൊക്കെ വരാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു പേ സ്ലിപ്പാണ്. പേ സ്ലിപ്പിൽ നിങ്ങൾ അവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ പേ സ്ലിപ്പിൽ കാണിക്കും. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതേ മിസ്റ്റേക്ക് അവിടെ ഉണ്ടാവും. ഇവിടെ എല്ലാം മാൻഡേറ്ററി പ്രോപ്പറായിട്ട് നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഡാറ്റാസ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് പേ സ്ലിപ്പ് മന്ത് എന്നുള്ളത് ഈ പേ സ്ലിപ്പിന് മുകളിൽ കാണിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് റൈറ്റ് സൈഡ്. ഏത് മാസത്തേക്കാണ് ആ പേ സ്ലിപ്പ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പേ സ്ലിപ്പ് മന്ത് എന്നുള്ള ടൈറ്റിൽ. ഓക്കെ, ആ ടൈറ്റിലാണ് അവിടെ കൊടുക്കുക. അതിന് താഴെ തന്നെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കോപ്പി പേസ്റ്റ് ചെയ്യാം, ഇല്ല നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് ലെറ്ററാണ് കൊടുക്കേണ്ടതെങ്കിൽ ആ ലെറ്റർ അവിടെ കൊടുക്കാം. നെക്സ്റ്റ് പേ പീരിയഡ് എന്നുള്ളത്, സോറി എംപ്ലോയി നെറ്റ് പേ. അത് നെറ്റ് പേ എന്നുള്ള മന്തില്ലേ, ആ മന്ത് ഏത് മാസത്തേക്കുള്ള ടോട്ടൽ നെറ്റ് എത്ര പേ ആണെന്നുള്ളതാണ് കൊടുക്കുന്നത്. അത് ടോട്ടൽ സാലറി വേണ്ടി ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് കറണ്ട് സാലറി പേ ചെയ്തിട്ടുള്ള എമൗണ്ട് വേണ്ടിയിട്ടുള്ളത് അഡീഷണൽ കൊടുക്കാം. നെക്സ്റ്റ് പ്രീഫിക്സ് ആണ്. പ്രീഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എംപ്ലോയി നിങ്ങളുടെ കമ്പനി നെയിം ഉണ്ടാവുമല്ലോ, കമ്പനി നെയിമിൻ്റെ ഷോർട്ടായിട്ട് നിങ്ങളൊരു പ്രീഫിക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇല്ല ഇപ്പോൾ ഐലബൻ ആണെങ്കിൽ ASL വേണ്ടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡെമോ കമ്പനി എന്നുള്ള കാരണം DMO വേണ്ടി ഞാൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആ പേ പീരിയഡ്, അത് ഏത് മാസത്തേക്കാണ് നിങ്ങൾ പേ ചെയ്യുന്നുള്ള പീരീഡാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ പെയ്ഡ് മന്ത്, പെയ്ഡ് 4 മന്ത്, അങ്ങനെ അല്ലെങ്കിൽ ഇത് ടെക്സ്റ്റ് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത്, അതുകൊണ്ട് പേ പീരീഡ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പേ പീരീഡ് വേണ്ടി അവിടെ കൊടുത്തിരിക്കുന്നത്. അത് പെയ്ഡ് ഡേറ്റ്, അത് ഏത് ഡേറ്റിലാണ് പേ ചെയ്തതെന്നുള്ളതാണ്. സാലറി സ്ലിപ്പ് ജനറേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ് ഉണ്ടാവുമല്ലോ, ആ ഡേറ്റിനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ഇപ്പോൾ സാലറി പ്രോസസ് ഡേറ്റ് എന്നോ അല്ലെങ്കിൽ പേ പീരിയഡ്, പേ മന്ത് അല്ലെങ്കിൽ പേ പീരീഡ് അല്ലെങ്കിൽ സാലറി ഡേറ്റ് അങ്ങനെ വെച്ചിട്ട് കൊടുക്കാം. അടുത്ത് ഫൂട്ടർ മെസ്സേജ്. ഫൂട്ടർ മെസ്സേജ് താഴത്ത് ആ മെസ്സേജ് ഉണ്ടല്ലോ, ഇപ്പം ഇൻ കേസ് ഉണ്ടെങ്കിൽ ലോൺ കാര്യത്തിലേക്കാണെങ്കിൽ സാലറി സ്ലിപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലർ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചോദിക്കും. ചില എംപ്ലോയീസിൻ്റെ വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് ആ മെയിലിൽ നിൽക്കും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് തന്നെ എന്തെങ്കിലും സാലറി റിലേറ്റഡ് ക്വറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ മെയിൽ അടിക്കുക, മാത്രം കോൺടാക്ട് ചെയ്യുക, അങ്ങനെ ആ ഡീറ്റെയിൽ കൊടുക്കാം. അടുത്ത കമ്പനി അഡ്രസ്സ്, അത് ഞങ്ങൾ മുകളിൽ ആ സാലറി സ്ലിപ്പിൻ്റെ മുകളിൽ തന്നെ അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിന് വേണ്ടിയിട്ടാണ് അത് ആക്കുന്നത്. അടുത്തത് നിങ്ങൾ കമ്പനി ലോഗോ. കമ്പനി ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ സൈസ് പറഞ്ഞിട്ടുണ്ട് 120x60. അപ്പോൾ ഈ പിക്സലിൽ തന്നെ മാക്സിമം കൊടുക്കുക. അങ്ങനെ കൊടുത്താലാണ് ടോപ്പിലൊക്കെ കാണുന്ന ആ ഇത് പ്രകാരം കാണുള്ളൂ, ആ കറക്റ്റ് സൈസിൽ കാണുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിനനുസരിച്ച് സാലറി സ്ലിപ്പ് എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. മാക്സിമം ആ സൈസിൽ കൊടുക്കാൻ ശ്രമിക്കുക.
അതിനുശേഷം ആ ലോഗോ നിങ്ങളുടെ ലോഗോ കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇന്റർഫേസ് കാണാം. അപ്പോൾ നിങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് സേവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ഡാറ്റാസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൂടുതൽ സപ്പോർട്ട് നമ്പർ ഉണ്ടല്ലോ, കോൺടാക്ട് നമ്പർ മെയിൽ ID-യിലേക്കോ അല്ലെങ്കിൽ സപ്പോർട്ടുള്ള വാട്സപ്പിലേക്കോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് തരും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് നോക്കുക. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിലങ്ങനെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് റോളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, ഒരു എംപ്ലോയിനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.